നമസ്കാരം. ഇന്ന് പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 പുതുവർഷത്തെ അവരുടെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഇന്ന് പ്രവചിക്കുന്നത്. വ്യോമയാന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, അതായത് വിമാനം സംബന്ധിച്ചുള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ മെച്ചമായ ജോലി ലഭിക്കുന്നതിനും വേതനം പുതുക്കി ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു. വ്യവസായം നടത്തുന്നവർക്കും വളരെയധികം ഗുണങ്ങൾ ലഭിക്കാം. ഷിപ്പിംഗ് രംഗത്തുള്ളവർക്കും വളരെയേറെ ഗുണങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതാണ്. വിനോദസഞ്ചാരത്തിന് വരുന്ന ടൂർ ഓപ്പറേറ്റർമാർ, ടൂർ ഗൈഡുമാർ, അത് സംബന്ധിച്ചുള്ള എല്ലാവർക്കും കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നു. അതുപോലെ ടെലിവിഷൻ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണങ്ങൾ കിട്ടുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ മെച്ചമുള്ള ജോലി, മെച്ചമുള്ള നല്ല കമ്പനിയിൽ ജോലി കിട്ടുന്നതിനും സാധ്യത കാണുന്നു. എഴുത്തുകാർക്ക് അവരുടെ കൃതികൾ പ്രസിദ്ധീകരിക്കുവാനായിട്ട് സാധിക്കുന്നു. നല്ല പ്രസാധകരെ അവർക്ക് ലഭിക്കുന്നു. അത് സമ്പാദകർക്ക് അവർക്ക് കൂടുതൽ സദസ്സുകളിൽ സംവാദം നടത്തുന്നതിനും അതുവഴി ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതിനും സാധിക്കുന്നു. നാൽക്കാലികളെ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാർക്കും ധാരാളം ലാഭം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ശത്രുക്കളുടെ ശല്യം കുറയാനുള്ള സാധ്യത കാണുന്നു. പല വഴിക്കും പല രീതിയിലും ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. മക്കൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതിനാൽ രക്ഷകർത്താക്കൾക്ക് സന്തോഷിക്കേണ്ട ഒരു ഇതും ലഭിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. തെറ്റിദ്ധാരണ മൂലം പിണങ്ങിക്കഴിയുന്ന മക്കൾ എല്ലാം ഒത്തുചേരാനും അതുവഴി കുടുംബം മനസ്സമാധാനം ഉണ്ടാകാനും സാധിക്കുന്നു. ഉറ്റ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹവാസവും സഹകരണവും നിമിത്തം പല രീതിയിലുള്ള ഗുണങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യം ഒരു പരിധിവരെ മെച്ചപ്പെട്ടതായി കാണുന്നു. വിചാരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ തടസ്സമില്ലാതെ നടത്തുവാനുള്ള ഇതും സാധിക്കുന്നു. ശ്രദ്ധിച്ചാൽ കുടുംബത്തിൽ മനസ്സമാധാനം ഉണ്ടാകാനും സാധിക്കുന്നു. ശാസ്ത്രാദി സാങ്കേതിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കും ധാരാളം അവസരങ്ങൾ ലഭിക്കാം. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ കോഴ്സുകളിൽ പഠനം പൂർത്തിയായവർക്ക് മികച്ച കമ്പനിയിൽ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ബന്ധുക്കളുടെ ഒത്തുചേരലും കുടുംബ മീറ്റിങ്ങുകളും നടക്കാനുള്ള സാധ്യത കാണുന്നു. അതുവഴി നിങ്ങൾക്ക് പല ഗുണങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. പശുക്കളെ സംരക്ഷിച്ച് പാൽ വിതരണം നടത്തുന്ന കർഷകർക്ക് ഒരു നല്ല ക്ഷീര കർഷകർ എന്ന നിലയിൽ അവാർഡ് കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നു. പിന്നെ നിങ്ങൾ വിമാനത്തിലെ പൈലറ്റോ അത് സംബന്ധിച്ചോ ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സേവനങ്ങൾ കണക്കിലെടുത്ത് നിങ്ങൾക്ക് അവാർഡ് ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാനീ പറയാൻ പോകുന്ന മോശഫലങ്ങളെ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പൂർണ്ണ മനസ്സോടെ മാത്രം പൂജ ചെയ്യുക. ദാനാദി കർമ്മങ്ങളും അതുപോലെ പൂർണ്ണ മനസ്സോടെ ചെയ്യുക. ദക്ഷിണ, ഭിക്ഷ എന്നിവയ്ക്കും നല്ല മനസ്സോടെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ല ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. സകലതിനും വിഘ്നം വരുന്ന ചില പൂരാട നക്ഷത്രക്കാർ ഉണ്ടാകാം. അവർ ഒരു നാളികേരം സന്മനസ്സോടെ ശ്രീ വിഘ്നവിനാശകൻ്റെ ക്ഷേത്ര നടയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം അത് എറിഞ്ഞുടയ്ക്കുക. അപ്പം അത് തീർച്ചയായിട്ടും ആ തടസ്സങ്ങൾ അങ്ങനെ മാറിക്കിട്ടും. ഇതുവരെ ഉണങ്ങാത്ത അല്ലെങ്കിൽ ഭേദമാകാത്ത മുറിവുകൾ, ചതവുകൾ, വ്രണങ്ങൾ, പല രീതിയിലുള്ള വ്രണങ്ങൾ ഉണ്ടാവാം. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ശുശ്രൂഷിക്കുകയാണെങ്കിൽ അത് അശ്രദ്ധ കാണിക്കാതിരുന്നാൽ അത് നല്ല വേഗം തന്നെ ഭേദമായി കിട്ടും. അശ്രദ്ധ കാണിച്ചാൽ അത് ഭേദമാകുന്നതിന് കുറേ സമയം കൂടി എടുത്തേക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കം, വഴക്ക് ഒഴിവാക്കുക. അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തുന്നതിനും അതുവഴിയുള്ള കോടതി നടപടികൾ വരുവാനും സാധ്യത കാണുന്നു. ഏതെങ്കിലും കാര്യം എളുപ്പ വഴിയിൽ കൂടി സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ആർക്കെങ്കിലും പണം കൊടുത്ത്, അതായത് കക്കൂല് കൊടുത്ത് സാധിക്കാൻ നോക്കരുത്. അതുവഴി സാമ്പത്തിക നഷ്ടങ്ങളും മറ്റു മാനഹാനിയും വരാൻ സാധ്യത കാണുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നവർ അംഗീകൃത ഏജൻസി വഴി മാത്രം പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടേണ്ട സാധ്യതയും കാണുന്നു. കണ്ണിനും ഉദരത്തിനും പല വിധത്തിലും ഉള്ള വ്യാധി വരുന്നതിനുള്ള സാധ്യത കാണുന്നു. അത് വേണ്ടും വിധം ശ്രദ്ധിക്കുക. ബാങ്ക് ലോക്കറിൽ പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവർക്ക് അത് നഷ്ടമാകേണ്ട സാധ്യത കാണുന്നു. എല്ലാം ഒരു ബാങ്കിൽ തന്നെ വയ്ക്കാതെ പല ബാങ്കിൻ്റെ ലോക്കറിലായിട്ട് വയ്ക്കുന്നതാണ് നല്ലത്. കാരണം അഥവാ നഷ്ടപ്പെട്ടാലും കുറച്ച് മാത്രമേ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. നിങ്ങളുടെ എടുത്തുചാട്ടവും വീണ്ടും വിചാരവും കാരണം മാനഹാനി, ധനനഷ്ടം എന്നിവ വരേണ്ട സാധ്യതയുണ്ട്. സൂക്ഷിക്കുക.
എല്ലാം നിങ്ങൾ സൂക്ഷിച്ചാൽ എല്ലാം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ വീട് നിർമ്മിക്കാനോ പുതിയ വീട് വാങ്ങാനോ ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ജ്യോതിഷനെ കണ്ട് ഈ സമയം അനുകൂലമാണോ എന്നുള്ളത് സമയം നിങ്ങൾ അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കുക. പഴയ വാഹനം വാങ്ങുന്നവർ കഴിവതും അത് ഈ സമയം ഒഴിവാക്കുക. പുതിയ വാഹനമായിരിക്കും നല്ലത്. കാരണം പഴയ വാഹനം വാങ്ങിയാൽ നിങ്ങൾക്ക് ധാരാളം നഷ്ടം വരേണ്ട സാധ്യത ഇവിടെ കാണുന്നു. ഒരു പരിധിവരെ ഞാൻ നിർദ്ദേശിച്ച പോലെ ശ്രദ്ധിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഞാൻ നടത്തിയ പ്രവചനങ്ങളിലെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനും യോഗം നിങ്ങൾക്ക് കാണുന്നു. പഞ്ചഭൂതങ്ങളിൽ നിങ്ങളുടെ ഭൂതമായ വായുവിനായത് വായുദേവനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങളുടെ മൃഗമായ വാനരനെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ പക്ഷിയായ കോഴിയെ ഉപദ്രവിക്കരുത്, വളർത്തുക. നിങ്ങളുടെ വൃക്ഷമായ വന്നി എന്ന മരത്തെ നിങ്ങൾ പരിപാലിക്കുക, വന്ദിക്കുക. ഇഷ്ടദൈവം മഹാലക്ഷ്മിയാകുന്നു. മഹാലക്ഷ്മി ദേവി, അതായത് അന്നപൂർണേശ്വരി ദേവിമാരെ നിങ്ങൾ പൂജിച്ചാൽ വളരെ നല്ലതാണ്. വ്യാഴാഴ്ചയും പൂരാടവും നക്ഷത്രം വരുന്ന ദിവസം ദേവീക്ഷേത്ര ദർശനം വളരെയധികം നല്ലതാകുന്നു. വിഷ്ണു സഹസ്രനാമ പാരായണവും വളരെ ഗുണം ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ എല്ലാവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള എല്ലാവിധ ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രക്തം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.